മൂന്നാറിൽ വനം വകുപ്പിനെതിരെ ജനരോക്ഷം. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനരോക്ഷം ഉയർന്നത്. വനം വകുപ്പിന്റെ കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് CPI. വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. മൂന്നാർ മറയൂർ റോഡിൽ പ്രത്യേക എലിഫന്റ് സ്ക്വാഡും പ്രവർത്തിക്കും. മൂന്നാറിലും ചിന്നക്കനാലിലും മറയൂരിലും കാട്ടാനശല്യം മുൻപെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ്. ഇതോടൊപ്പം പുലിയുടെയും കാട്ടുപോത്തിന്റെയും ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ദേവികുളം MLA S. രാജയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഇങ്ങനെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് യോഗം വിളിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ പ്രവർത്തനമുണ്ട് അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിന്നിപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടിൻ്റെ അകത്ത് ഒരു ഭക്ഷണം കിട്ടാത്തത് വെള്ളം കിട്ടാത്തതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് അത് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് തടയണം. നമുക്ക് ഒരു ജീവനും ഇതിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RRT കുറച്ചും കൂടെ ശക്തമായി കൂടുതൽ ജാഗ്രതയോടുകൂടി നമുക്ക് പ്രവർത്തിപ്പിക്കണം. പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പതിവായി ജനവാസ മേഖലയിൽ നാശം വിതച്ചിട്ടും വനവകുപ്പ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആനയിറങ്ങിയ വിവരം RRT സംഘത്തെ അറിയിച്ചാലും മണിക്കൂറുകൾക്ക് ശേഷമാണ് RRT എത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ ഇടപെടലുണ്ടായില്ലെങ്കിൽ വനവകുപ്പിന്റെ അധീനതയിലുള്ള രാജമല, ലക്കം, ഫ്ലവർ ഗാർഡൻ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടയുമെന്നും CPI നേതാക്കൾ പറഞ്ഞു. ഈ പറയുന്ന നാട്ടിലേക്ക് വരുന്ന ആനകളെ വിരട്ടി ഓടിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് CPI വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. ഈ നാട്ടിലെ പൈസ ഇതുപോലുള്ള വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലും ഈ പൈസകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ രാജമലയാവട്ടെ, KFDCയുടെ ഫ്ലവർ ഗാർഡൻ ആവട്ടെ, ഇത്തരം സ്ഥാപനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് CPI കടക്കാൻ പോവുകയാണ്. അതേസമയം മേഖലയിൽ ആനകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചെന്നും നിലവിലുള്ളതിൽ ശല്യക്കാരായ മുഴുവൻ ആനകളെയും മാറ്റാൻ തങ്ങളുടെ പക്കൽ സംവിധാനങ്ങളില്ലെന്നുമാണ് വനവകുപ്പിന്റെ വിശദീകരണം. മുൻപ് ദേവികുളം, മൂന്നാർ മേഖലകളിൽ 30-ൽ താഴെ ആനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50 ആനകളുണ്ടെന്നാണ് വിവരം. ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീമുകൾ ആരംഭിച്ച് വന്യമൃഗശല്യത്തിന് അറുതി വരുത്താനാണ് വനവകുപ്പിന്റെ പദ്ധതി. ഓൾറെഡി നമ്മൾ ഈ ആനകളെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. അത് ശക്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. മൂന്നാർ മേഖലയിൽ നമുക്ക് 8ഓളം പ്രൈമറി റെസ്പോൺസ് ടീമുകളുണ്ട്. അവ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആന ഇറങ്ങുമ്പോഴോ മറ്റ് വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ തുടക്കത്തിൽ തന്നെ ജനങ്ങളിലേക്ക് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ നമ്മളുടെ ഈ ഹൈറേഞ്ച് സർക്കിളിലും വൈൽഡ് ലൈഫ് സർക്കിളിലുമായിട്ട്, കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിളിലുമായിട്ട് നമുക്ക് മൊത്തമായി 52 കോടിയോളം രൂപയുടെ മുതൽ മുടക്കിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളുണ്ട്. അതിൽ മേജർലി ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം, ആനക്കിടങ്ങുകളും സോളാർ വേലികളും ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം, പുതിയ RRT സംവിധാനങ്ങളുടെ നവീകരണം. പ്രാദേശിക തലത്തിൽ ഇത്തരം സംഘങ്ങളുടെ സഹായത്തോടെ നിരീക്ഷണം നടത്തും. വേനൽ കടുത്തതോടെ ആനകൾ കാട് വിട്ടിറങ്ങുന്നതാണ് പ്രധാന പ്രതിസന്ധി. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മാലിന്യ നിക്ഷേപം, വഴിയരികിലെ കച്ചവട സ്ഥാപനങ്ങൾ, ഭക്ഷണശാലകൾ എന്നിവ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം തേടും. കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ സൗരോർജ്ജ വേലിയും സ്ഥാപിക്കും. ഒപ്പം വിവിധ സൂചനാ ബോർഡുകളടക്കമുള്ള ക്രമീകരണങ്ങളും സ്വീകരിക്കും. ശല്യക്കാരായ ചക്കക്കൊമ്പൻ, പടയപ്പ, ഒറ്റക്കൊമ്പൻ, മോഴയാന എന്നിവയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതായും വനവകുപ്പ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം